എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ മക്കൾമാർ പറഞ്ഞ് അമ്മ എനിക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി തരാം, സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അന്നേരം ഇതിപ്പോൾ ഒരു ശനിയാഴ്ച എടുക്കുന്ന വീഡിയോ കേട്ടോ. അന്നേരം തിങ്കളാഴ്ച സ്കൂൾ തുറക്കുക, അതിന് മുമ്പ് അമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേര് ഇന്ന് ട്യൂഷന് പോയേക്കുക. ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർ മക്കളെ വിളിക്കാനായിട്ട് മൂത്താൾ പോകുന്നുണ്ട്. പോയിട്ട് വരുമ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ചിക്കൻ കാത്ത് നിൽക്കിയപ്പം അന്നേരത്തേക്ക് സൈക്കിളൊക്കെ കൊണ്ടുവന്ന് രണ്ടുപേരും വാതിലിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാനൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നോക്കി നിൽക്കുകയായിട്ട് അന്നേരത്തേക്ക് അവർ മൂന്നുപേരും വന്നായിരുന്നു. കിട്ടിയോ ചിക്കൻ? ഒത്തിരി നേരമായോ ക്ലാസ് വിട്ടിട്ട്? ചിക്കൻ മസാലയാ 10-ൻ്റെ ആണെങ്കിൽ 2 മേടിക്കാൻ പറഞ്ഞേ. വലുതാണെങ്കിൽ 1 മേടിക്കാൻ പറഞ്ഞേ. ഇതൊക്കെ എന്തിനാണെന്നാ? അത് തോനെ ഇടത്തില്ലല്ലേ? നിങ്ങളെ ക്ലാസ്സിലുള്ള എന്നാ എത്ര ഇത്? മുറിച്ച് ഞാൻ മുറിക്കാതല്ലേ പറഞ്ഞിരുന്നേ. 2 കോഴിയാണ്. 2 കോഴിയാണോ? അല്ല, 1 കോഴിയാ. അത് കുഴപ്പമില്ല. ഷവായി ഞാനാണെങ്കിൽ മുറിക്കാതെ ഫുള്ളായിട്ടുള്ള 1 കോഴിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അവരാണെങ്കിൽ അവരുടെ ഇഷ്ട ഷവായി എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും എന്തായാലും അവർ 2ആയിട്ട് മുറിച്ചാണ് തന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ മറ്റേ രീതിയിൽ വേറെ രീതിയിലൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു, ഫുൾ കോഴി ഉണ്ടാക്കാമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ആ ഐഡിയകൾ മൊത്തം ഞാൻ മാറ്റി വേറൊരു രീതിയിലോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. നമുക്ക് മസാലയൊക്കെ കഴിക്കണം. ഇഞ്ചി മേടിച്ചില്ല അമ്മേ? വേണ്ടിച്ചു എൻ്റെ അമലേഷ് എൻ്റെ കയ്യല്ല. അമലും അവരെയും കൂടെ അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരൂ. വയ്യ ഡ്രസ്സ് മാറുന്നില്ല. ഇവന് വയ്യെന്ന് ഡ്രസ്സ് മാറാൻ. എന്താ ഡ്രസ്സ് മാറാൻ വയ്യെന്ന്? നിങ്ങളല്ലേ അമലേഷ് അല്ലേ അമ്മ? ആരാ അമ്മ പറഞ്ഞ? നമ്മളെ ചിക്കൻ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവച്ചേക്കുന്നത്. ഇനി അമരീഷ് കോർക്ക് വെച്ച് കുത്തി ഞാൻ താണ്ട് ഇവിടെ മസാല ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് ചേർക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് പിന്നെ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ട്. പച്ചമുളക് അരച്ചിട്ടുണ്ട് കേട്ടോ അമലു. നല്ല എരിയായിരിക്കും. കുഴപ്പമുണ്ടോ? ചീര ഏട്ടൻ രാവിലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി അതിനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇന്നിപ്പോൾ ആവശ്യമില്ല, നാളത്തേക്ക്. ഒന്ന് വരഞ്ഞാലോ? അമ്മ ചെയ്യാം, പിടിച്ചോ. മതി മതി മതി. എന്നാ വരഞ്ഞാൽ ഇനി പൊടിഞ്ഞു പോകുമോ? ഇത്ര ആയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയതിനകത്ത് നല്ലതായിരുന്നല്ലേ? ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്ന കേട്ടോ. വരയാ അല്ലേ? വരട്ടെ.
സമയമാവോ? ഇല്ലായിരിക്കും. വരെ ഒട്ടേ വാക്കുണ്ടമ്മ. ഒട്ട വേണ്ട, ഒട്ട വേണ്ട, ഒട്ട വേണ്ട അമ്മ. അത് ഒത്തിരി ചെയ്യാത്തൊന്ന് വഴിയാക്കിയാൽ മതി. അതെ മുമ്പ് ഒട്ടിന്ന് ആക്കിയാൽ മതി. ഇതിനെ വരെയാണോ? ഇതിനെ വരട്ടെ, ഇതിനെ വരട്ടെ. മതി, ഒത്തിരി വരേണ്ട. മൊത്തം ഫുള്ളല്ലേ, നമുക്കന്നേരം നോക്കാം. ഇനി ഇതിനെ മസാലയിൽ മുപ്പിക്കാൻ എൻ്റെ കൈ ഇനി അനക്കാൻ വെക്കത്തില്ല, നീറ്റലായിരിക്കും അല്ലേ? വരങ്ങ എടുക്കാൻ അതിൻ്റെ അകത്തും എല്ലാം തേക്കുന്നുണ്ട്. എൻ്റെ കൈ ഇനി അനക്കാൻ വെക്കത്തില്ല. തേക്കുന്നാരെങ്കിലും തേക്കുന്നോ? എന്റെ കൈക്കൊക്കെ മുറിഞ്ഞതുണ്ട്, മുറിഞ്ഞ ഒരു വിരലിന് ഇത് ഫുള്ളിങ്ങനെ അരപ്പ് പരട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 3 മണിക്കൂറാണോ 4 മണിക്കൂർ ഇരിക്കണം. ഞാനും മണിക്കൂര 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടിന് പോയോ കൈ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ആ മസാലയിൽ നിന്ന് നമ്മൾ കുളിപ്പിച്ചു. മസാല കൂടിപ്പോയോ എന്നൊരു സംശയമില്ലേ? കുറഞ്ഞു പോയൊന്നും ഉണ്ടാവട്ടെ. എനിക്ക് കുറഞ്ഞൊന്നും പോയില്ല. ഇച്ചിരി കൊണ്ടിട്ട് വേണം, നല്ല എരിയും വേണം. നല്ല എരിയുണ്ട്. ഉണ്ട്, നല്ല എരിയാ. കഴിക്കുമോ? ആ എനിക്ക് ചിക്കന് മാത്രമേ എരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാത്തിനും എരി. അമരീഷ ക്യാമറയുടെ വീഡിയോ എടുക്കുന്നത്. ചിക്കന് മാത്രം അമരീഷിന്റെ പ്രശ്നമല്ല. ഇനി നമ്മൾ 2-3 മണിക്കൂർ അടച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മളിത് ഇനി ഒരു 3 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി നമുക്ക് കുറേ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് അമലും അമരിക്കും ക്ലാസ് ഉണ്ടായിരുന്നു. അവരങ്ങനെ ട്യൂഷന് പോയേക്കുക. പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇത് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതൊരു വലിയ പ്രഷർ കുക്കറായ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലും ചെറുതായി പോവും. അന്നേരം അതിനകത്ത് വെക്കുന്നതെന്ന് തോന്നിയാൽ മെച്ചെന്നാൽ വലിയ പ്രഷർ കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വലിയൊരു പ്രഷർ കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് ചിക്കൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ്ട് മസാലയൊക്കെ പുരട്ടി നല്ല മസാലയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലിട്ട് നമുക്ക് മസാലയൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഈ മസാല എല്ലാം ഇതിനകത്തിട്ട് ചേർത്ത് കൊടുത്ത്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തില്ലേ, അന്ന് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്തത്. ഇന്ന് നല്ലതായിരുന്നു അല്ലേ? നമുക്ക് അടച്ച് വെച്ചിട്ട്
അവിടെ ഇരുന്നൊന്ന് വേവട്ട്. പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു വിസിൽ കേൾക്കുന്നത് വരെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലായിട്ടാണ് വെച്ചത്. വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട്, വിസിൽ വന്നിട്ടുണ്ടോ വരാറായോ എന്നൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി സ്കൂട്ടർ ഒന്ന് എടുത്തിട്ടാണ് മോൻ ഇടയ്ക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്തൊക്കെ വെക്കുകയാണ്. ഇതൊക്കെ വരുന്ന പിന്നെ വണ്ടി സ്റ്റാർട്ടാകാതെ ഇങ്ങനെ വരുമോ, ബാറ്ററി നമ്മൾ മഴയിലൂടെ തയ്യാറായില്ലേ, തണുപ്പങ്ങനെ അടിച്ച് ബാറ്ററി ഇതായോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കുക മോനടുത്ത്. ഓയിൽ കുറയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നേരമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ചെടിയുടെ ഒരു ചെടിച്ചട്ടിക്കകത്ത് ഞാനിങ്ങനെ മലക്കറിയുടെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരി വീണ ഒരു വെള്ളരിക്ക അവിടെ പിടിച്ച് പടന്ന് കിടപ്പുണ്ടായിരുന്നു. അതിനകത്തൊരു കാ വീണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ മോനെ വിളിച്ച് കാ കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രഷർ കുക്കർ വിസിലൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഓഫാക്കി വെച്ച് ഇനിയിപ്പോൾ അത് തുറന്ന് ബാക്കി നമുക്ക് മക്കൾ വരുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മിമോൻ പറഞ്ഞ് അവന് വിശക്കുന്ന, പിന്നെ ഇനിയും താമസം എടുക്കും, കുറച്ച് സമയം കൂടെ എടുക്കത്തില്ലേ, പിന്നെ ചേട്ടനും കൂടെ വന്നിട്ട് നമുക്ക് രാത്രിയിൽ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നത്. അന്നേരം മോൻ പറഞ്ഞ് മോൻ വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ ഒരു 3 ഏത്തപ്പഴം ഇരിപ്പുണ്ട്, പെട്ടെന്ന് തന്നെ 2 വാഴയ്ക്കപ്പം ഉണ്ടാക്കി കേട്ടോ. പാചകം ഇഷ്ടമായതുകൊണ്ടായിരിക്കും തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം മക്കളാണെങ്കിലും പെട്ടെന്ന് അമ്മ അതുണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചാൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. നല്ല സ്പീഡിൽ അവനെ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടോ അമ്മ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ തയ്യാറാക്കി കൊടുത്തേ. വാഴയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദാമാവും കോൺഫ്ലവറും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത്. എള്ള് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ എള്ളിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി, അതുകൊണ്ട് എള്ളിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു. അന്നേരം ഇടയ്ക്ക് ഞാൻ ഓർത്തത്, പിന്നെ ഞാൻ വെച്ചോ ഇനിയിപ്പം 2-3 വേണ്ട എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ എണ്ണയ്ക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നിട്ട് റെഡി. ഏത്തപ്പഴം ഇങ്ങനെ നല്ല ഒരുമാതിരി തൊലി കറുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര പാടായിരിക്കും കഴിക്കാനായിട്ട് മക്കൾക്ക്. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കൂല. ഇന്ന് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അന്ന് ഞാൻ വെച്ചാൽ അന്നേരം ഇങ്ങനെ ആകുമ്പോൾ ഇതും കൂടെ അങ്ങ് പോകുമല്ലേ, ഇല്ലെങ്കിൽ ഇവരാരും അത് കഴിക്കത്തേ ഇല്ല. അതവിടെ വെച്ചേക്കും. ഞാനിപ്പോൾ ഒരു ചെറിയ പാനിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം അതിനകത്താകുമ്പോൾ കുറച്ച് എണ്ണ എടുത്താൽ മതിയല്ലേ. പിന്നെ ഈ എണ്ണ ബാലൻസ് വെച്ച നാളെ ഉപയോഗിക്കത്തോ ഇല്ല. അന്നേരം അന്നന്ന് തന്നെ ആ എണ്ണ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊച്ചൊരു പാൻ എടുക്കാം. പിന്നെ എണ്ണയിലിട്ട് പൊരിക്കേണ്ട സൗകര്യത്തിന് ഏത്തപ്പഴം ഞാൻ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിയോ മാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയിട്ട് വന്ന് OTP ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് വാഴയ്ക്കപ്പം ചെറുതായിട്ട് കളറ് മാറി തുടങ്ങി. എനിക്കന്നേരം ക്യാപ്സിക്കം വേണമായിരുന്നു കേട്ടോ ഇത് വെക്കുന്നതിനായിട്ട്. അന്നേരം ക്യാപ്സിക്കവും കുക്കുംബറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾ വേണമായിരുന്നു. അന്ന് നമ്മുടെ തൊട്ടടുത്ത കടയിലൊന്നും ക്യാപ്സിക്കം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ നേരെ എളുപ്പം ബുക്ക് ചെയ്തിട്ട് അന്നേരത്തേക്ക് ക്യാപ്സിക്കം വന്നിട്ടുണ്ടായിരുന്നു.
ചേട്ടൻ രാവിലെ മേടിച്ചുകൊണ്ട് വന്ന ചീര കേട്ടോ. അന്നേരം അത് ഇനി ഇരുന്നാൽ ശരിയാവത്തില്ല, അതിൻ്റെ ഒന്ന് വാട്ടി തുടങ്ങി കേട്ടോ. ഞാൻ വെച്ച് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നന്നായിട്ട് ഇരുന്നേനായിരുന്നു. പിന്നെ ഞാൻ അരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഇടയ്ക്ക് സമയമൊന്നും കിട്ടിയില്ല അരിഞ്ഞ് വെക്കാനായിട്ട്. അന്നേരം ഇനി വെച്ചിരുന്നാൽ ശരിയാവത്തില്ല എന്നുള്ളത് പിന്നെ ഞാൻ പെട്ടെന്ന് അതങ്ങ് അരിഞ്ഞ് അകത്ത് നിന്ന് എത്ര കഴുകിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. എന്തോ ഒരു മനസ്സിനകത്ത് തൃപ്തി വരുന്നില്ല. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ച് വെളിയിൽ കൊണ്ടുപോയി, എനിക്ക് ചീര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വെളിയിൽ കൊണ്ടുപോയി കഴുകുന്നതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. എന്നിട്ട് നമുക്ക് വെള്ളത്തിനകത്ത് മുക്കി നല്ല വൃത്തിയായിട്ട് കഴുകാൻ പറ്റില്ല, ബക്കറ്റിനകത്തിട്ട്. അങ്ങനെ ഞാൻ വെളിയിൽ കൊണ്ടുപോയി ബക്കറ്റിനകത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ അരിഞ്ഞങ്ങ് നമ്മളൊരു എയറൊന്നും കയറാത്ത ഒരു ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം. അന്നേരം എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ, ചള്ളാവാതെ നല്ല രീതിയിൽ ഇരുന്നോളും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് വരികയല്ലേ കേട്ടോ. അന്നേരം രാവിലെ എല്ലാവർക്കും രാവിലെ സ്കൂളിൽ പോകണം. അന്നേരം പെട്ടെന്നൊരു ധൃതി ആയിരിക്കും. അന്നേരം നമ്മൾ ഇങ്ങനെ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കേട്ടോ. പക്ഷേ ഇവിടെ അമരിക്ക് ചീര അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. അന്നേരം മിക്കവാറും ചീര അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മത്തങ്ങ കറി, പയർ കറി, അങ്ങനെ എന്തെങ്കിലും പരിപ്പ് കറി, അതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചീരയൊക്കെ ഭയങ്കര പാടാണ് രണ്ടുപേർക്ക് കഴിക്കുക. അതിലൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും. പക്ഷേ ചീരയോട് വലിയ താല്പര്യമില്ല രണ്ടുപേർക്കും. അന്നത്തേക്ക് രണ്ടുപേരും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അഭിമാനുള്ളത് കൊണ്ട് അവൻ കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെ സൈക്കിളിൽ പോയി വരികയാണ് ചെയ്യുന്നത്. അല്ല ഇതിനകത്ത് അത്യാവശ്യം ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചോടാൻ പോകുന്നതൊക്കെ പാനകത്ത്. പിന്നെ ഞാൻ അതിന് ചിടക്കി വെച്ച് വീണ്ടും ഒരു വീട്ടും കൂടെ ഒക്കെ ആക്കി, ചെറിയ പാനായിരുന്നു കേട്ടോ, അതിനകത്ത് വെച്ചിട്ട് കഴിച്ച ടേസ്റ്റ് കിട്ടിയാൽ പോലെ ഫുള്ളായിട്ട് എന്തായാലും മുറിക്കൂലേ. ഇനി മേടിക്കുമ്പോൾ ഫുള്ളായിട്ട് മേടിക്കാം. ഇത് മറിഞ്ഞിരുന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പീസ് ആയപ്പോഴത്തേക്ക് ഇടാൻ സ്പേസ് കിട്ടില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരുമിച്ചിരുന്നെങ്കിൽ പറ്റിയായിരുന്നു. പക്ഷേ ഇതിനെ മുറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് 2 പീസ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇടാനായിട്ടുള്ള സ്പേസിൻ്റെ വ്യത്യാസം നമ്മൾ പിന്നെ നോക്കിയാൽ എന്തായാലും മുറിച്ച് വെക്കത്തുള്ളൂ. ഇത് സവാളയും ക്യാപ്സിക്കയും കൂടി ഇങ്ങനെ ഒന്ന് വഴറ്റിയേ ഒരു സോസ് ഉണ്ടാക്കാം. ഇച്ചിരി ഗ്രേവി, മറ്റേ മുമ്പ് ഇരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അതായത് ഈ ഗ്രേവിയൊക്കെ നമുക്ക് ഒഴിച്ച് ഒരു സോസ് ഉണ്ടാക്കി എടുക്കാം. ചപ്പാത്തിയുടെ കറിയാവില്ല കഴിക്കാൻ വേണ്ടി. ഇത് കോൺഫ്ലവർ ശകലം അത് ഒഴിച്ച് ആയി വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഒഴിക്കും. ഇച്ചിരി തെരി കാണിക്കത്തുള്ളൂ. സോയാ സോസ് തോന്നെ ഒഴിച്ചുകൂടാ വെച്ചാലോ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ്. ഇതിൻ്റെ കണ്ടിട്ട് കേട്ടോ, നോക്ക് നോക്കട്ടെ തന്നെ കൂടിയിട്ടോ ഞാൻ തരാം. കൂടിയിട്ട്
കൈ കൊള്ളി പൈസ വേണം ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ സോസ് റെഡി. അല്ലെങ്കിൽ ചപ്പാത്തിക്ക് ഗ്രേവി ഇല്ലെന്ന് പറഞ്ഞ് മോൻ പരാതി പറയാനായിട്ട്. എന്നാൽ പിന്നെ ഞാൻ മെസ്സിങ്ങനെ റെഡിയാക്കാന്ന് ആയില്ലേ. ഇപ്പൊ ചിക്കനും ഉണ്ട് ഗ്രേവിയും ഉണ്ട്. എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് എന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അന്നേരം അമലുമോൻ പറഞ്ഞ് അമലോസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അമലേഷാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത്. അന്നേരത്തേക്ക് ഞാൻ കുക്കുംബറും ക്യാരറ്റും ഒക്കെ തയ്യാറാക്കി വെച്ച് കുറേ നേരം ഞങ്ങൾ ചേട്ടനെ നോക്കിയിരുന്ന ഏട്ടൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഏട്ടൻ അന്നാണെങ്കിൽ എവിടെ പ്രോഗ്രാമുണ്ട് താമസിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ വെച്ച് മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനെല്ലാം റെഡിയാക്കി മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കേ. ഫുൾ കോഴിയായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവസാനം പീസായി കേട്ടോ. അതിന് ഞാൻ 4 പീസായിട്ടാണ് പിന്നെ റെഡിയാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഇതേപോലെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് നല്ല ഇതായിരുന്നു, ഇപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ഞാനൊരു സോസ് പോലെ ഉണ്ടാക്കിയില്ലേ, അതാ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അത് നല്ല ടേസ്റ്റായിരുന്നു അത്. സോസ് നല്ല ഓക്കെ സൂപ്പർ അല്ലേ. കഴിച്ചു നോക്ക്. സോസ് മുക്കി എടുത്ത് കഴിക്കും. ചപ്പാത്തി പിന്നെ കഴിക്കാം. ഹലോ അന്നേരം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു.